ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ, സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഇവമോളും ഉണ്ട്. ഇവമോളെ സേ ഹായ്. ഹായ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം കുറച്ച് എൻ്റെ വർക്കൗട്ട് റുട്ടീനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. സോ എന്താ പറയുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എന്താ ഇവമോള് മസിൽ കാണിച്ച് ആളുകളെ ഇതാക്കാം. നല്ല മസിലുണ്ടോ? എന്താ കോഴി മസിലാണല്ലോ, തൊട്ടോക്കട്ടെ. കോഴി മസിലായി, ഇവമോൾക്കടക്കം മസിൽ വന്നു. അപ്പൊ ഗൈസ്, ലെറ്റ്സ് ഗോ ഇൻടു ദ വീഡിയോ. സോ മൈ ഡിയേഴ്സ്, എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം വൈകുന്നേരം ഒരു 9:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം കിടക്കാനൊക്കെ ഉള്ള പരിപാടിയായി. ഫുഡൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ, ഞാൻ വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് മീൻസ് അത്ര നല്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള വ്ളോഗിങ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയാം, എൻ്റെ ഒരു ഇതെന്ന് പറയും, എന്ത് നിങ്ങൾ ചിന്തിക്കും. എൻ്റെ ഒരു വർക്കൗട്ട് റുട്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ബേബി, എൻ്റെ ചെറിയ ബേബിനെ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ വരെ ഞാൻ ഡെയിലി ഒരു 1/2 hour വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1/2 hour എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പിംഗ് ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ബോഡി നല്ല ടോൺഡായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് ഹെവി വർക്കൗട്ട്. ഞാനത് ചെയ്യാനുള്ള റീസൺ, എനിക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറയായിരുന്നു, ഒരു 100 പ്രാവശ്യമെങ്കിലും നിനക്ക് ഡെയിലി സ്കിപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഡെയിലി സ്കിപ്പിംഗ് എന്നുള്ള പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് ഞാൻ എത്തിയത്. അങ്ങനെ ഞാൻ സ്കിപ്പിംഗ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 2000 വട്ടമൊക്കെ ഞാൻ സ്കിപ്പിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അത് ഒരു 100 കഴിഞ്ഞാൽ നിർത്തും, അല്ലെങ്കിൽ 150 കഴിഞ്ഞാൽ നിർത്തും, പിന്നെ വീണ്ടും അങ്ങനെ. അന്ന് എനിക്ക് നല്ല സ്റ്റാമിന ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് കൂട്ടിക്കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഏകദേശം 2000, 2500 സ്കിപ്പിംഗ് ഒക്കെ ഡെയിലി ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ബോഡി നല്ല ടോണ്ടായിരുന്നു, നല്ല സ്ലിമ്മായിട്ട്. എന്താ പറയുക, ഒരു നമ്മൾ തടി കുറഞ്ഞാൽ, അതായത് അൺഹെൽത്തി ആയിട്ട് തടി കുറയല്ല കേട്ടോ. നമ്മൾ തടി കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ട് തടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര യൂത്തായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു മോൾ ഈ ഒരു കുണാൻഡ്രിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവളെ മാത്രമല്ല എന്നാന്ന് എനിക്ക്. അപ്പോൾ ഇവളൊരു മോളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആരും വിശ്വസിക്കില്ലായിരുന്നു. കാരണം അത്രക്കും നമ്മളെ യങ് ആയിട്ട് ഫീൽ ചെയ്യും. അത് എൻ്റെ ഒരു പവറല്ല കേട്ടോ, വർക്കൗട്ടിൻ്റെ പവറാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ബേബീനെ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ സമയം മുതൽ ഞാൻ ഒന്നാമത് സ്കിനിതയായി. പിന്നെ മാത്രമല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് സ്കിപ്പിംഗ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാനത് നിർത്തി. അത് നിർത്തിയതിന് ശേഷം പിന്നെ ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഞാൻ ഡെലിവറി, എൻ്റെ വെയിറ്റ് അപ്പം എനിക്ക് തോന്നുന്നു 52 ഉള്ളായിരുന്നു ഞാൻ ബേബീനെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറിയൊക്കെ ആകാൻ സമയമായപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് ഏകദേശം 69 കിലോ ആയി. 10 കിലോ ഒക്കെ ഒരു നാച്ചുറൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സഹിക്കാൻ പറ്റുന്ന വെയിറ്റ് ഗെയിൻ ആണ്. ഒരു 52 62 ആവുമെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഞാൻ 69 കിലോ ആയി. അത് കുറച്ച് അൺസഹിക്കബിൾ ആയിരുന്നു. ഒന്നാമത് ഭയങ്കര ക്രേവിങ്സ്. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര വിശപ്പും ഭയങ്കര ക്രേവിങ്സോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാനൊരു സിറ്റുവേഷനിലെത്തി. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ബേബി വരുന്നുണ്ട്, ഡോർ തുറന്നു കൊടുത്തേ. അപ്പോൾ ഭയങ്കര ക്രേവിങ്സ് വന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കും. വാ, ഈ ബേബി ഡ്രസ്സ് ഇട്ടിട്ടില്ല, മമ്മാൻ്റെ സബ്സ്ക്രൈബേഴ്സ് മമ്മാനെ ചീത്ത പറയും. ഇവിടെ വാ. ബേബി എത്തിയിട്ടുണ്ട് കേട്ടോ. ആള് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് ഇടാൻ വേണ്ടി വിളിച്ചോള് വരില്ല. വാ, ഇങ്ങോട്ട് വാ, മമ്മാനെ കുഞ്ഞാവ് ഇങ്ങോട്ട് വാ. ചെറിയ കുഞ്ഞല്ലേ, ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. എൻ്റെ വെയിറ്റ് വളരെ നന്നായിട്ട് എന്നെ കൂടി. അങ്ങനെ ഭയങ്കര പ്രശ്നം. ബേബി അതൊക്കെ വലിച്ചിടണ്. ഇവിടെ വാ, കുഞ്ഞാവ് ഇങ്ങോട്ട് വാ. അത് വലിക്കാൻ സമ്മതിക്കല്ല കേട്ടോ. ഓളെ ഇവിടുത്തെ വയറൊക്കെ പിടിച്ച് വലിക്കുന്നു. അല്ല, രണ്ടും കൂടെ നല്ല വിക്രസാണ്. ഇതാണ് ഓരോ പണി കണ്ടോ. ചെറുത് പറഞ്ഞാ അനുസരിക്കൂല, ഭയങ്കര വികൃതിയാണ്. ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനല്ലേ. ബേബി ഇത് മാറിയൂട്ടോ, മമ്മാന്റെ തലയിൽ കൂടെ വീഴും. അമ്മാനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, കുഞ്ഞാവ് ഇങ്ങോട്ട് വാ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഏകദേശം 69 kg. ഓളെ ഫോൺ എന്തെങ്കിലും കൊടുത്തോളാം, മൈൻഡ് ഡൈവേർട്ട് ചെയ്താൽ അവിടെ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ എടുത്തു കൊടുത്തോ, അപ്പോൾ അവിടെ പോയിക്കോളും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അങ്ങനെ വെയിറ്റ് 69 ആയി. ആ ഒരു ടൈമിൽ പിന്നെ എനിക്ക് തോന്നി ഇനിയും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ട്രൈമസ്റ്റർ എങ്ങാണ്ടോ ഞാൻ എന്താ പറയുക എൻ്റെ വെയിറ്റ് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 68, 69 അതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഞാൻ വർക്കൗട്ട് ചെയ്ത് കുറക്കുമെന്നൊക്കെ വിചാരിച്ചു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ 65 kg ആയി. അതായത് നമ്മളെ ബേബിൻ്റെ വെയിറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഡെലിവറി വെയിറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന വെയിറ്റ് എന്താണെന്ന് വെച്ചാൽ വികൃതി കാണിക്കല്ലേ. അപ്പോൾ നമ്മളെ വെയിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 to 5 kgs ഒക്കെ കുറയും. അങ്ങനെ ഞാനൊരു 4 kg കുറഞ്ഞു. പിന്നെ 65 നിന്നും പിന്നീട് എൻ്റെ പരിശ്രമം എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ച് 52 തിരിച്ചെത്തണം എന്നുള്ളതായിരുന്നു കേട്ടോ. എന്നാ ഇവിടെ കണ്ടോ ഒരു കപ്പലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അത് കൊടുക്കിന്നെ ബേബിക്ക്. വേറെ എന്തെങ്കിലും സാധനം എടുത്തു കൊടുക്കോൾക്ക് അത് വേണ്ട, ആ ക്ലോക്ക് എടുത്തു കൊടുത്താൽ അതിനുള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വീണ്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. എൻ്റെ വെയിറ്റ് ഞാൻ ഒരു മിനിറ്റ് ഒരു പെട കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ ശരിയാവില്ല. കണ്ടോ പണി കണ്ടോളെ പണി. ഞാൻ ഈ റിംഗ് ലൈറ്റിൻ്റെ തലയിൽ കൂടെ മണ്ടേ കൂടെ വീട് വരെ ഉണ്ടാവുള്ളൂ പണി. ഇവിടെ വാടി വാത്തുമ്മ, ഇവിടെ വാ 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 വാ. മമ്മാൻ്റെ അടുത്ത് അടി കിട്ടണോ? ഇവിടെ വാ ഇവിടെ വാ. അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഞാൻ കൂടി. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെയിറ്റ് കുറക്കാനൊന്നും പ്രത്യേകിച്ച് താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു 40 days ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് ഡയറ്റൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ 65 നിന്നും വീണ്ടും കുറഞ്ഞ് ഒരു 58 വരെയൊക്കെ എത്തിട്ടോ. 58 വരെയൊക്കെ എത്തി. അങ്ങനെ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു കുറച്ച് വെയിറ്റും കൂടെ അല്ലേ കുറയാനുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡെലിവറി കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടിയെന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം മൈ ഡിയേഴ്സ് ഞാൻ മടിച്ച് കോത അങ്ങോട്ട് ആയിട്ടേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ ആയിലാട്ടാണ്. അതെന്താടി കുട്ടിയാണോ ഈ ആയിലാട്ടാന്? എന്താ അവസ്ഥ എന്നറിയും. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു. അതിന് ശേഷം പിന്നീട് ഉണ്ടായ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മടിയായി എന്ന് മാത്രമല്ല ഞാൻ കംപ്ലീറ്റ് മടിച്ചായി. അങ്ങനെ ഇപ്പോൾ ഞാൻ വീണ്ടും വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറയണ്ടേ ഇനി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും കേട്ടോ, കാരണം നിനക്ക് തടി കൂടുന്നു. അങ്ങനെ ഇപ്പം എൻ്റെ പ്രസൻറ്റ് വെയിറ്റ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. 56 ആയിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് പോലും 50 അല്ല 66. ഡെലിവറി കഴിഞ്ഞിട്ട് പോലും എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു എന്നറിയോ? 65 ആയിരുന്നു. ഞാൻ 66 ആയി. ഇനി പോയി കഴിഞ്ഞാൽ 70-75 ആവാനൊന്നും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചു എൻ്റെ വെയിറ്റ് കുറക്കണമെന്ന്. അങ്ങനെ ഞാൻ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അന്നത്തെ ആ ഒരു സ്കിപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടുന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബേബി അത് ആട്ടി കൊഴിച്ച് ചാടിച്ചു. അങ്ങനെ എൻ്റെ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തു, ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. അങ്ങനെ ഒരു ചീത്തൊക്കെ പറഞ്ഞ അവൾ കരഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം എന്താണ് ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എൻ്റെ വെയിറ്റ് എത്രയും ആയ സമയത്ത് എനിക്ക് വീണ്ടും ഭയങ്കര ടെൻഷൻ സ്ട്രെസ്സൊക്കെ വന്ന് എല്ലാവരും ഇങ്ങനെ പറയാം വെയിറ്റ് കൂടിയെന്ന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി കുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണ്ടത്തെ പോലെ ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാനിപ്പോൾ എനിക്ക് വയ്യ. കാരണം ഒന്നാമതെന്താ വെച്ചാൽ മടി സഹിക്കാൻ പറ്റാത്ത മടി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇനി ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിംഗ് ഉണ്ടല്ലോ, നടത്തുമ്പോൾ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഇവിടെ നിന്ന് എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് ടൗൺ വരെ വെട്ടത്തൂരല്ല എഴുതല വരെയൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു ദിവസം നടന്നു, പിന്നെ നടത്താൻ നിർത്തി. എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ ഇപ്പോൾ ഇത് തള്ളയ മക്കളൊക്കെ ഇറങ്ങിക്കണമെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മടിയായി. പിന്നെ ഞാൻ പിറ്റേന്ന് മുതൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്താണെങ്കിലും ഒരു ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഒരു സ്പോർട്സ് ഷൂ ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഒരു 45 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് കേട്ടോ, ബീറ്റിൻ്റെ ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് ഒന്നെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും റീൽസൊക്കെ കണ്ട് അങ്ങനെ നടക്കും. ടൈം പോണത് അറിയില്ല. അങ്ങനെ അത് പിന്നെ അതിന് ശേഷം ഒരു ഡംബൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഡംബൽസ് എടുത്തേ ബാക്കിന്ന്. അത് ആക്ച്വലി ഫൈക്കാക്കുവിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഞാൻ എനിക്കും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഡംബൽസ് ഇത് കാണുമ്പോൾ നല്ല ക്യൂട്ടാണെന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് 2.5 ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 5 kg ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ ഐ മീൻ നമ്മൾ എന്താ പറയുക സ്ക്വാഡ്സ് ചെയ്യൂലേ, സ്ക്വാഡ്സിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യും.
എൻ്റെ ഊര് ഞെട്ടും പത്തും അവിടെ ഒക്കെ അത് അങ്ങനെ സ്ക്വാഡ്സ് ഒക്കെ ചെയ്യും. ഇതാണ് ഡംബിൾസ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തുതരാം. ഇതുണ്ടോ 5 LB ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 LB അങ്ങനെ രണ്ടെണ്ണം കൂടെ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ഏകദേശം 2.5 അങ്ങനെ എന്തൊക്കെ സംതിങ് ആണ് തോന്നുന്നു. എന്താണെങ്കിലും ഏകദേശം അത്രയ്ക്കാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല മാറ്റമുണ്ട്. കാരണം ഞാൻ ആദ്യം ഇട്ടിരുന്ന ചുരിദാറുകൾ വയറിങ്ങനെ ഡിംഗോൾഫിയാണ് പുറത്തൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക ഒരു ടോണ്ടായിട്ട് നിൽക്കുന്നുണ്ട് വയറ്. അപ്പോൾ കുറച്ച് ദിവസം തന്നെ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല റിസൾട്ട് ആക്ച്വലി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഞാനിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു ഗുണ്ടുമണി ആവണത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തുറിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ, നമ്മൾ ടീനേജിനെ ആണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ നോട്ടങ്ങളൊക്കെ പെശകായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്കെപ്പോഴും സ്ലിമ്മായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. പല ആളുകളും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തടിച്ചിട്ട് ഇനി മെലിയണ്ടെന്ന് വിചാരിച്ചിട്ടാണോന്ന് എനിക്കറിയില്ല. നിനക്ക് തടിയാണ് രസം എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്താണെങ്കിലും പക്ഷേ എനിക്ക് തടി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും വെയിറ്റ് കുറക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കഥ പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസിലാണ് ഇപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞുകൂടാ. എനിക്ക് ആക്ച്വലി ഇതൊന്നും ഇല്ല കേട്ടോ, എന്താ പറയുക, ഫുഡ് കൺട്രോളൊന്നും ഇല്ല. എനിക്ക് ബോഡി ഒന്ന് ടോൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് കുറയണമെന്നല്ല, വയറൊക്കെ ഒന്ന് കുറച്ച് ഒതുങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വയറൊക്കെ അത്ര വയറൊന്നും ഇല്ല. 2 സിസേറിയൻ കഴിഞ്ഞ ആളുകളുടെ വയറൊന്നും ആക്ച്വലി എനിക്കില്ല. പക്ഷേ എന്നാലും ബോഡി ഒന്ന് ടോൺ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടില്ല. നമ്മള് കോടീശ്വരന്മാരാവട്ടെ കേട്ടോ, എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാം. ജിമ്മും പാർക്കൊക്കെ വീട്ടിൽ ജിമ്മും പാർക്കൊക്കെ. അതാണ് അവസ്ഥ. പിന്നെ ഇത് എൻ്റെ മുഖത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അതിഥിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു പ്രൊഡക്റ്റ് ഡേംഡോക്കിൻ്റെ 2% കോജിക് ആസിഡിൻ്റെ ഒരു ക്രീം തേച്ചതാണ് ഈ കുരു. ഞാനൊന്ന് തേച്ച് നോക്കട്ടെ. എന്തായാലും 2 ദിവസം തേച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് അവസ്ഥ. വലിയൊരു സുഖമൊന്നുമില്ല. എന്ത് ചെറിയ കുട്ടികൾക്ക് ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കണ പോലെ ഇടാനോ? നല്ല രസമുണ്ടാവും. ശരിയാ. അപ്പോൾ അതൊക്കെയാണ് ഗായ്സ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഐ ഹോപ്പ് ഐ ഇൻസ്പയർഡ് യു. അപ്പം നല്ല തടിയുള്ള ഗുണ്ടു ആയിട്ടുള്ള ആളുകളൊക്കെ വാക്കിംഗ് ഒക്കെ തുടങ്ങുക, വെയിറ്റ് കുറക്കാം. അത്ര വലിയ പ്രയാസമുള്ള പണിയൊന്നുമല്ല. വിയർപ്പ് കുറച്ച് പോകുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. അതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ മൈ ഡിയേഴ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഡിയേഴ്സ്, ബൈ.